പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കിപ്പോൾ ഉള്ളത് പാലക്കാട് എം.എൽ.എ. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. ആണ്. പാലക്കാടിനും കേരളത്തിനും രാഹുലിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. 100% അതിജീവിതമാർക്കൊപ്പം നിന്നുകൊണ്ട് കണിശമായി തന്നെ രാഹുലിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ. സ്വാഗതം രാഹുൽ. നമസ്കാരം. നമ്മൾ നേരത്തെ ഒരുപാട് ചർച്ചകൾ ഇരുന്നിട്ടുണ്ട്. അന്ന് കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ്. നമ്മൾ സംസാരിച്ചത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ ചർച്ചകൾ, തർക്കങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം രാഹുൽ ഇപ്പോൾ കോൺഗ്രസ്സുകാരനല്ല. ഒരുപാട് ഗുരുതരമായ ആരോപണങ്ങളുണ്ടായി, കേസുകളുണ്ടായി, ജയിൽവാസം. എവിടെയാണ് രാഹുലിന് പിഴച്ചത്? പിഴച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഞാനിതുവരെ മിണ്ടിയിട്ടില്ല, ഞാനിതിനെപ്പറ്റി ഇതുവരെ സംസാരിച്ചിട്ടില്ല. സത്യത്തിൽ ഞാൻ ലോങ് ഗ്യാപ്പ് എടുത്തിട്ടുമുണ്ട്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് മിണ്ടാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ട്. മൈ സൈലൻസ് ഇറ്റ്സ് വാസ് ആൻ ഇമോഷണൽ മെസ്സേജ് എന്നാണ് എനിക്ക് ആ വിഷയത്തിനകത്ത് പറയാനായിട്ടുള്ളത്. അപ്പോൾ ആദ്യ വിവാദം, അതിനൊരു ഓഗസ്റ്റ് ഫേസിൽ എനിക്ക് ആദ്യമായിട്ട് സംസാരിക്കാമായിരുന്നു. ഞാൻ വെയിറ്റ് ചെയ്തു. കാരണം ഞാനായി പറഞ്ഞു തുടങ്ങാൻ പാടില്ല. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ പറഞ്ഞതത്രയും ഞാനത് ഇമോഷണലായിട്ട് തന്നെ വിശ്വസിച്ച ഒരാളാണ്. അപ്പോൾ അതങ്ങനെ തന്നെ വരട്ടെ, അവരാദ്യം വരട്ടെ. കാരണം എനിക്ക് യാഥാർത്ഥ്യങ്ങളൊക്കെ അറിയുമ്പോഴും ഞാൻ അവർ പറഞ്ഞതാണ് വിശ്വസിക്കാൻ ആഗ്രഹിച്ചത്. അവർ പറഞ്ഞതിന് ശേഷമേ ഞാൻ പറയുകയുള്ളൂ എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സൈലൻസ് ഉണ്ടായത്. എനിക്ക് തോന്നിയത് ആ പിഴച്ചു പോയത് ആ സൈലൻസാണ്. പക്ഷേ അതിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളൊക്കെ എനിക്കൊരു പ്രയാസമായിട്ട് തോന്നുന്നില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു ചിരിയിലൂടെയെങ്കിലും എപ്പോഴെങ്കിലും കടന്നുപോയ ഒരു മനുഷ്യന്മാരെയും അവരിനി എന്നോട് എത്ര ദ്രോഹം ചെയ്താലും തിരിച്ച് റിയാക്ട് ചെയ്യില്ല എന്നുള്ളത് എല്ലാ കാലത്തുമുള്ള എൻ്റെ ശൈലിയാണ്. ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്തൊരു വലിയ ഞാൻ പറയാത്തതും പറഞ്ഞതും ഈ ദിവസങ്ങളിലെല്ലാം ഇതുവരെ അസത്യങ്ങളുടെയും അർത്ഥസത്യങ്ങളുടെയും ഒരു വലിയ ഒരു വ്യാജമായൊരു ലോകം തീർത്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു തുടങ്ങുന്നത് ഇപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ പല ആവർത്തി പറഞ്ഞിട്ടുള്ളൊരു വിഷയമുണ്ട്. ഹൂ കേഴ്സ് അല്ലേ? നമുക്കതിൽ വരാം, ഉറപ്പില്ല. രാഹുൽ പറയുന്നു ഇത് അസത്യങ്ങളാണ്, അർദ്ധസത്യങ്ങളാണെന്ന് രാഹുൽ പറയുന്നു. രാഹുൽ പക്ഷേ ഒളിച്ചോടി. എന്തിനാണ് രാഹുലിന് ഇക്കാര്യങ്ങൾ നിവർന്നു എന്ന് കേരളത്തിലെ ജനത്തോട് പറയാം. കാര്യം രാഹുൽ സാധാരണക്കാരനല്ല, രാഹുൽ ഒരു ജനപ്രതിനിധിയാണ്. അതിൻ്റെ ധാർമ്മിക ബാധ്യത രാഹുലിനുണ്ട്, ഇല്ലേ? ആ ധാർമ്മിക ബാധ്യതകൾക്കപ്പുറം വ്യക്തിപരമായ ബന്ധങ്ങൾക്ക് ഞാൻ വലിയ മൂല്യങ്ങൾ കൽപ്പിക്കുന്ന ആളാണ്. ഞാൻ വ്യക്തിപരമായിട്ട് ഇപ്പം ഞാനുമായി ബന്ധമുള്ള ഏതെങ്കിലും മനുഷ്യന്മാർ, സൗഹൃദമുള്ള മനുഷ്യന്മാർ, അവരിൽ ഞാൻ പറഞ്ഞല്ലോ, അവരിൽ എന്നിൽ നിന്ന് ഏതെങ്കിലും കാരണം വെച്ചാൽ തെറ്റിപ്പോയാലും ഞാൻ അവരെപ്പറ്റി പറഞ്ഞു നടക്കുന്നൊരു രീതി എനിക്കുണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരാദ്യം പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഈ ഓഗസ്റ്റ് ഈ ആരോപണങ്ങൾ വരുമ്പോഴായിരുന്നു എനിക്ക് ആദ്യമായി പറയാൻ പറ്റുന്നത്. അവിടെ പറഞ്ഞിരുന്നെങ്കിൽ ആ വിഷയങ്ങൾ അവിടെ തീരുമായിരുന്നു. പക്ഷേ ഞാൻ പറയാഞ്ഞത് അവരെന്നോട് പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുണ്ട്. അതങ്ങനെ തന്നെയാണ്. അതല്ല എന്ന് എനിക്ക് നല്ല 100% ബോധ്യമുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ വല്ലാതെ ഡീറ്റെയിൽസിലേക്ക് ആദ്യഘട്ടത്തിൽ പോകുന്നില്ല. അല്ലാന്ന് എനിക്ക് ബോധ്യമുള്ളപ്പോഴും അവർ പറയട്ടെ. അവർ പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ പോകത്തുള്ളൂ. കാരണം എനിക്ക് ആദ്യം നിയമ നടപടികളിലേക്ക് പോകാമായിരുന്നു. ഞാനത് ചെയ്തില്ല.